നമസ്കാരം. ഇന്ത്യയുമായുള്ള വ്യാപാര ഊർജ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും നൽകാൻ തയ്യാറാണ് എന്ന തങ്ങളുടെ നിലപാട് ഇപ്പോൾ റഷ്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാന്തുറോവ് വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യക്ക് ഈ വാഗ്ദാനം നൽകിയതും അതായത് ഇക്കാര്യം മുന്നോട്ട് വെച്ചതും. ഊർജം, രാസവളം, വ്യാപാരം, കണക്ടിവിറ്റി തുടങ്ങിയ നിർണായകമായ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് രണ്ടു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശന വേളയിൽ എടുത്ത തീരുമാനങ്ങളുടെ പുരോഗതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തിയത്. 2025 അവസാനത്തോടെ ഇന്ത്യയിലേക്കുള്ള രാസവള വിതരണത്തിന്റെ 40% വർധനവ് റഷ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആവശ്യാനുസരണം ഇനിയും വളം നൽകാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. ഈ സമയത്ത് ഇസ്രയേൽ ഇറാൻ US സംഘർഷത്തെ തുടർന്ന് ഹോർമോസ് കടലെടുക്ക് തടസ്സപ്പെട്ടത് ഇന്ത്യയുടെ ഊർജം, വളം ഇറക്കുമതിയെ ബാധിച്ച സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ കൂടംകുളം ആണവ നിലയത്തിൽ ശേഷിക്കുന്ന റിയാക്ടറിന്റെ നിർമ്മാണം നിശ്ചിത സമയക്രമത്തിൽ തന്നെ പൂർത്തീകരിക്കാമെന്ന ഉറപ്പും കൂടെ റഷ്യ നൽകുന്നുണ്ട്. 5 S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം ചർച്ചകളിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരും ഡെനിസ് മാന്തുറോവുമായി കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, ബഹിരാകാശം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും പുതിയ അവസരങ്ങളും ഇതിൽ ചർച്ചയായി. ഇത് ഒരു വശം നടക്കുമ്പോൾ ആഗോള വ്യാപനത്തിന്റെ പ്രധാന പാതയായ ഹോർമോസ് കടലിടുക്കിലെ മിക്ക രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴും റഷ്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത തുറന്നു കിട്ടി എന്ന നിർണായക വെളിപ്പെടുത്തൽ റഷ്യ നടത്തിയിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ഉപദേശകൻ യൂറി ഉഷാക്കോവാണ് റഷ്യൻ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം പുറത്തുവിട്ടത്. മേഖലയിലെ മറ്റു കപ്പലുകൾക്ക് ഗതാഗത തടസ്സമുണ്ട് എങ്കിലും റഷ്യൻ കപ്പലുകൾക്ക് യാതൊരുവിധ നിയന്ത്രണവും ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ നിലവിൽ 2000-ഓളം കപ്പലുകൾ പേർഷ്യൻ ഗൾഫിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഇറാൻ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി സഹകരിക്കുന്ന ചുരുക്കം ചില കപ്പലുകൾക്ക് മാത്രമാണ് ഈ പാതയിലൂടെ കടന്നുപോകാൻ അനുമതിയുള്ളത്. ഈ പ്രതിസന്ധികൾക്കിടയിലുമാണ് തങ്ങളുടെ കപ്പലുകളുടെ പാത തുറന്നു കിട്ടി എന്ന റഷ്യയുടെ അവകാശം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. എന്തായാലും ഇറാൻ, റഷ്യ വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ നടത്തിയ ടെലിഫോൺ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഉഷാക്കോവിന്റെ ഈ പ്രസ്താവന എത്തിയത്. ഹോർമൂസ് കടലിടുക്കിലെ നാവിക സുരക്ഷയെക്കുറിച്ചും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ നടക്കുന്ന നീക്കങ്ങളെക്കുറിച്ചും രണ്ടു നേതാക്കളും വിശദമായി സംസാരിച്ചു എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഗൾഫ് മേഖലയിൽ ഇറാനുമായുള്ള ശക്തമായ തന്ത്രപരമായ ബന്ധമാണ് റഷ്യക്ക് ഇത്തരമൊരു മേൽക്കോയ്മ നൽകുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.